ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 24. പേരിന്റെ ശക്തി. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുകയാൽ നിന്റെ പേര് അബ്രഹാം എന്നിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. മുംബൈയിലെ തെരുവിൽ കഴിയുന്ന കുറെ കുട്ടികളുടെ പേര് ചേർത്ത് രഞ്ജിത്ത് ഒരു പാട്ടുണ്ടാക്കി. ഓരോ പേരിനും വ്യത്യസ്തമായ സംഗീതം നൽകി അതിൻ്റെ ട്യൂൺ അവരെ പഠിപ്പിച്ചു. അവരുടെ പേരിനെ കുറിച്ച് അവർക്ക് ശുഭകരമായ ഒരു ഓർമ്മ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സ്നേഹപൂർവമായ വിളി അന്യമായിരുന്ന ആ കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം ഒരു ആദരം അർപ്പിക്കുകയായിരുന്നു. ബൈബിളിൽ പേരുകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയോ പുതുതായി ലഭിച്ച ദൗത്യത്തെയോ സൂചിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന്, അബ്രാമിൻ്റെയും സാറായിയുടെയും പേരുകൾ ദൈവം മാറ്റി. ദൈവം അവരുടെ ദൈവവും അവർ ദൈവത്തിൻ്റെ ജനവുമായിരിക്കുമെന്ന് അവരുമായി ഒരു സ്നേഹത്തിൻ്റെ ഉടമ്പടി ചെയ്തപ്പോഴാണ് ഈ പേരുകൾ മാറ്റിയത്. ശ്രേഷ്ഠനായ പിതാവ് എന്നർത്ഥമുള്ള അബ്രാം എന്നത് ബഹുജാതികൾക്ക് പിതാവ് എന്നർത്ഥമുള്ള അബ്രഹാം എന്നാക്കി. രാജകുമാരി എന്നർത്ഥമുള്ള സാറായി എന്നത് അനേകർക്ക് രാജകുമാരി എന്നർത്ഥമുള്ള സാറ എന്നാക്കി. ദൈവം നൽകിയ ഈ പേരുകളിൽ അവർ ഇനി സന്തതി ഇല്ലാത്തവരായിരിക്കുകയില്ല എന്ന വാഗ്ദത്തം കൂടി ഉണ്ടായിരുന്നു. സാറ ഇസഹാക്കിനെ പ്രസവിച്ചപ്പോൾ അവർ അത്യാഹ്ലാദം മൂലം അവൻ ചിരിക്കുന്നു എന്നർത്ഥത്തിൽ ഇസഹാക്ക് എന്ന് പേരിട്ടു. സാറ പറഞ്ഞു, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെയെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും. നാം ആളുകളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ നാം അവരെ ബഹുമാനിക്കുകയും അവർ ആരായിരിക്കണം എന്ന് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ പ്രത്യേക ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ചെല്ലപ്പേരു പോലും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയെ ആ ഉദ്ദേശത്തിൽ ഉറപ്പിക്കുന്നു. ചിന്തിക്കുക, നിങ്ങളുടെ പേരിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു സുഹൃത്തിലോ കുടുംബാംഗത്തിലോ ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ അവർ ആരാണെന്ന് പ്രതിബിംബിക്കുന്ന പേര് നൽകാൻ നിങ്ങൾക്ക് എപ്പോഴാണ് സാധിച്ചത്? ദൈവത്തിന് മഹത്വം.